ഫോൺ വെള്ളത്തിൽ പോണ മീന് കാണാൻ പറ്റില്ല, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളു. ഉണ്ട്, അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളെ വീട്ടിൽ കിടക്കുന്നേക്കാളും വലുതല്ലേ? ഇല്ലേ? പിന്നെ പക്ഷെ ഇതിന്റെ 7 അയലത്ത് അതെത്തില്ല. ഉണ്ടാ പിന്നല്ല, അത് വലിയ ഇതിൽ എങ്ങനെ എടുക്കും? നീ എന്നെ കടിക്കുവോ? അല്ലെങ്കിൽ ഞാൻ പോയി എടുക്കായിരുന്നു. നെല്ലിക്ക 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 കാണാൻ നെല്ലിക്ക നമ്മൾ ചേച്ചിയുടെ ഇവിടെ വന്നതാണ്. അപ്പം നെല്ലിക്ക വയ്ക്കാം. നെല്ലിക്ക വേണ്ട വേണ്ട. മീനുവിനെ ആരാ വിളിക്കണേ? ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്. കുറേ മീനുകളുണ്ട്. ഇവിടുന്ന് അങ്ങ് അപ്പുറം ഒരു കായലുണ്ട്, പണ്ടകശാല എന്ന് പറയുന്ന സ്ഥലമാണ്. ചെറിയങ്കിത് കഴിഞ്ഞിട്ട് റേഷൻ ഫ്രൂട്ട് വിൽക്കണണ്ട. വലയില്ല, വല ഉണ്ടെന്ന് കൈ മീൻ കുപ്പി മണപ്പിച്ച് നോക്കണതാ. കുപ്പി മണപ്പിച്ച് നോക്കണ മീൻ പിടിച്ചിട്ട്. പിടിച്ചിട്ടില്ല. അതിലുണ്ടാകളെ വലുത് കാണാൻ പറ്റുമോ? വരട്ടാ. അതുകൊണ്ട് കാണാൻ പറ്റൂല്ലേ? വലിയ മീനുണ്ട്. പക്ഷേ അവിടെ കിടക്കണ എനിക്ക് നോക്കാനും വയ്യ. വല നിങ്ങളുള്ള മീൻ എത്രയും പിടിക്കുവോടെ വലയെടുത്തിട്ട്? മീൻ നോക്കടാ. 15 വയസ്സായ ആളാണ്. 15 വയസ്സില്ലേ? 15 വയസ്സായി ഇയാൾക്ക്. ചോറ് വെച്ച് കൊടുത്തിട്ട് തിന്നൂല. ഉണ്ട് അതിനകത്തേ വലിയൊരു മീനുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പേടിയാ, കടിക്കണമെങ്കിൽ. കാണാൻ പറ്റുമോ നോക്കാം അല്ലേ കളെ? എവിടെ വാടാ. ആ കലങ്ങി വെള്ളമായോണ്ടേ, കലങ്ങിയ വെള്ളമായോണ്ട് അറിയാൻ വയ്യ. ആ കലങ്ങി പോണം. വലുതാണോ? നല്ല വലുതാണോ? 5 എണ്ണം ഉണ്ടല്ലേ? പക്ഷെ കലങ്ങൽ വെള്ളമായോണ്ട് ചേച്ചി. ആ അതുകൊണ്ട് അറിയാൻ വയ്യ. അതെങ്കിൽ അറിയാം. അതെ, എടുത്ത് വളർത്തിയ മോളാണ്. അമ്മ തന്നെ എനിക്ക് അമ്മ ഇല്ലെന്ന് പറഞ്ഞിട്ട് മേടിക്കും. പുളിഞ്ചിക്ക ഇല്ലല്ലേ ചേച്ചി? നോക്കട്ടെ, നോക്കാം. പുളിഞ്ചി മരമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പുളിഞ്ചിക്ക ഇല്ല. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചെടിയൊക്കെ ചേച്ചി ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട്. അവിടെ കോഴിക്കോട് പപ്പായ, മുരിങ്ങ ഇല,
പപ്പായ എല്ലാം ഉണ്ട്. പപ്പായൊക്കെ വേണ്ട പറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ കണ്ടിരിക്കുന്നു, വാടി വീണ കേട്ടോ. എത്രണ്ണം കൊടുക്കും? 10 രൂപയ്ക്ക് ഒരെണ്ണോ? 5-6 ആ. ഇത് പെട്ടെന്ന് പ്രസവിച്ച് പെട്ടെന്ന് ആവുമല്ലേ? ഞാൻ നോക്കടാ ചെവി കേട്ടോ. 15 വയസ്സാ. പക്ഷെ അന്ന് വരുമ്പോ നല്ലതായിട്ടിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ നല്ലതായിട്ടിരുന്നു. വയസ്സായിപ്പോയാ മോനെ തന്നല്ലേ. കഷ്ടം. കിടന്നിട്ട് ഇപ്പൊ 3 വയസ്സായില്ലേ ചേച്ചി? 15 വയസ്സ് അധികം വയസ്സല്ല. കിടക്കോളൂ. അയ്യോ 3 ദിവസം കൂടെ ജീവിക്കോളന്നല്ലേ? പക്ഷെ കുഴപ്പമില്ലല്ലോ. കഴിച്ച് ശരിയായി. ഭയങ്കര കാറ്റ് ചേച്ചി. ചാച്ചിക്ക് ഇവിടെ ഭയങ്കര മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അവിടെ ശരിക്കും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും തൂത്തിരിക്കേണ്ടി വരും. ഓ രണ്ടും കൂടെ എല്ലാണ്ടും കൂടെ എന്തേരടേ നീ പിടിച്ചു. ആ ഓ ആ കിട്ടിയാ? കിട്ടുന്നില്ലേ? പിടിച്ച നമ്മളവിടെ എന്താ 8-9 കിടക്കുന്നുണ്ട്. പെണ്ണോ ആണോ ഉണ്ടാ? ഇല്ല, ഈ മീനിലും പെണ്ണോ ആണോ ഉണ്ടാ? എനിക്കറിഞ്ഞൂടാ. കണ്ട് അമ്മാമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണം. ഓർമ്മ ചക്കയും കൊണ്ടുവരുന്നു ചാച്ചി. 2 ദിവസമായി വെച്ചൂടെ? ആര് തിന്നണം? എവിടെ കഷായം കുടിക്കണം? ആ മാമൻ കഷായം കുടിക്കണം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിയൽ വെക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ തിന്നു. നാളെ കൊണ്ടുപോയി അവിയൽ വെക്കും കേട്ടോ. അതിപ്പോൾ ചിലപ്പോൾ പച്ചക്ക് തിന്നും. മരുമോ ശരിക്കും പച്ചക്ക് തിന്നും. ഇന്നലെ ഞാൻ വ്യാഴത്തേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കാണ് വിധിച്ചിരുന്നത്. ഈ ചെറുക്കൻ ശരിക്കും പച്ചക്ക് തിന്നും. ഞാനും തിന്നും. ഞാൻ ഇന്ന് വെട്ടിപ്പറച്ച് കുറച്ചിട്ട് പിറകുന്നതിനെ എടുത്ത് വെട്ടിയെടുത്ത് നമ്മളന്ന് കൊണ്ടുപോയി പെട്ടെന്ന് അവിച്ച് ചേച്ചി. ചോള എടുക്കാൻ പോണം, ചക്കച്ചോള എടുക്കാൻ പോണം. ചേച്ചിയുടെ കാര്യം പാവം. എനിക്ക് ഇത് കണക്കെ എല്ലാം കുരുമുളക് പുളിഞ്ചിക്കൊക്കെ ഉണക്കി വെച്ചേക്കും. ഞാൻ വരമ്പോഴേ എനിക്ക് എടുത്തു തരും. ഇതൊരു ചീരയാണ്. ഇതെന്തേലും ചീര മക്കളെ? ബോംബെ എന്തേലും ഒരു ചീരയാണിത്. നമ്മളവിടെ കൊണ്ട് വെച്ചിട്ട് കല്യാണമായപ്പോൾ എല്ലാവരും ചവിട്ടി പിടിച്ചില്ല. പൊടിച്ചു വന്നാണ്. പക്ഷേ മലേഷ്യൻ ചീര. ആ മലേഷ്യൻ ചീര. ഞാൻ ഒരു ദിവസം കറി വെച്ചു. ചേച്ചിന് കമ്പ് വന്നില്ലായിരുന്നാ? ഞാൻ നട്ട് പൊടിച്ച് ഈ പന്തലിടാൻ വന്ന എല്ലാം ചവിട്ടി പിടിച്ചു. ഇനിയിപ്പോ നട്ടാലും ഇതാക്കി ചാലു മീനും ചക്കയും കൊണ്ടുവന്നു. നമ്മളന്ന് പറിച്ചതാ. ഉച്ച മണ്ടയിരിക്കണം അല്ലേ? മണ്ടയിരിക്കണം എരിയുന്നു. നമ്മളെ അണ്ണൻ വന്ന് ഇതേപോലെ പച്ചക്ക് ഇന്നൂടി വന്ന് എടുത്ത് ചേച്ചി അവിച്ച് വെച്ചേക്കണ. അതിനകത്ത് ഞാൻ നിന്ന് മീന് വേണോ? വാ വരാന്ന്
ഈ ചായപ്പമ്പുറത്ത് കൊടുത്തത് തന്നെ. എവിടെ വെച്ച് അതിലൊന്നും കാണൂല, അത് മക്കണക്കിരിക്കുന്നു. അത് 2 കൊണ്ടുവരണേന്ന് പറഞ്ഞു, പക്ഷെ ആ സമയമാകുമ്പം കിട്ടൂല. ഇതൊക്കെ ഇഷ്ടവും ജ്യൂസ് അടിച്ചു. ഷുഗർ ഉള്ളവർക്ക് ഷുഗറിന് ഒരാഴ്ചക്ക് വെച്ച് ഇരിക്കുമോ? ആ ഇരിക്കും. ഞാൻ പറയുവാണ് ചാച്ചി എനിക്ക് കുരുമുളക്, ചാച്ചി എനിക്ക് തന്ന പുളിഞ്ചിക്ക് ഇപ്പോഴും അങ്ങ് ഇരിപ്പുണ്ട്. കുറച്ച് ദിവസം കൂടെ കറി വെക്കാനുണ്ട്. മീൻ വയ്ക്കുമ്പോൾ അതിലിടും. ആ ഞാൻ അടുത്ത വർഷം വരുമ്പോൾ ഉണക്കി വെച്ചാൽ മതി. പാവം. കുരുമുളകും ഒക്കെ ഞാൻ ഉപയോഗിച്ചു. ഇരിപ്പുണ്ട് ഒത്തിരി ചേട്ടാ. ചാച്ചി അന്ന് കൊടുത്തു വിട്ടിട്ട് ഇരിപ്പുണ്ട്. ആ മീൻ പിടിച്ചു. മീൻ പിടിച്ചാ എത്ര എണ്ണം കിട്ടി? നമ്മളുടെ അത്രയും പിഷ്ടാങ്കി കിടന്ന് മൊത്തം തിന്നു. എനിക്ക് തിന്നൂടാ. നമ്മളൊക്കെ കഴിക്കും, ഇവർക്കൊന്നും അത്ര താല്പര്യമില്ല. നമ്മളാണ് ചക്കയുടെ മാങ്ങയുടെ ഒക്കെ ആൾക്കാർ. നമ്മളവിടെ നിന്നും വരണ ചക്കയും മാങ്ങയും തിന്നാനാണ്. കൊള്ളാം അല്ലേ? നല്ല കഴിച്ചോ മോനെ, കഴിച്ചോ. വയ്ക്കണോ? വരണോ? സഹായിക്കണോ? അവിടെ കണ്ണാ പോയി സഹായിച്ചോടോ. അവൻ തന്നെ എന്നെ കൊണ്ടുവന്ന്, അവന് എൻ്റെ അടുത്ത് ഇതല്ലേ വഴി എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.